എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച രാവിലത്തെ കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ വീട്ടിൽ വെഞ്ചിരിപ്പ് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തത്തിൽ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാനിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എലിക്കണി വെച്ചിട്ടാണ് എല്ലാ ദിവസവും കിടക്കുന്നത്. എങ്കിലും ഇതുവരെ എലി വീണിട്ടില്ലല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ വീണിട്ടില്ല. അപ്പോൾ നമ്മൾ പല പല സാധനങ്ങൾ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരൊക്കെ പറയുന്നതനുസരിച്ചിട്ട്. അപ്പോൾ തേങ്ങ കൊത്ത് ചൂടാക്കിയിട്ടൊന്ന് നല്ലൊരു സ്മെല്ല് വരുത്തിയിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വീണിട്ടുണ്ടായിരുന്നില്ല. ഇന്നും പക്ഷേ തേങ്ങ തന്നെയാണ് വെച്ചേക്കണത്. ഇന്ന് പക്ഷേ സംഗതി ആൾ വീണിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ എലി വന്നിട്ടേ ഇല്ല പരിസരത്ത്. അതായത് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ തട്ടിമുട്ടി ഇത് മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇത് അനങ്ങിയിട്ടുണ്ടാകുന്നില്ല. തേങ്ങ കൊത്ത് വെച്ച ദിവസം പോലും ഇത് എനിക്കൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അനങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല, വെച്ച പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ തേങ്ങ കൊത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആശാൻ. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട എങ്ങനെയെങ്കിലും കൊല്ലാതെ കളയാൻ പറ്റൂലല്ലോ. വെറുതെ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെയും തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ആളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത്ര ദിവസം വെച്ചിട്ടും എന്നെങ്കിലും ഒരു കയറിയപ്പോഴാണ് നമുക്കൊരു സന്തോഷം ഇത് മേടിച്ചിട്ടൊരു ഉപകാരം ഉണ്ടായില്ല എന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ച, ഇന്നിപ്പോൾ നമ്മളുടെ സാറ്റിനെ കൊച്ചിന് രാവിലെ പോകണം കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിൽ ബുധനും വ്യാഴമായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോയത്. പിന്നെ ഇന്നിപ്പോൾ ഈ ആഴ്ചയിൽ ചൊവ്വയും ബുധനുമാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സാറ്റിനക്ക് ഇന്നിപ്പോൾ പോകാൻ ഇത്തിരി ലേറ്റായി. അപ്പോൾ ഏതായാലും നമ്മൾ സ്വന്തമായിട്ട് തന്നെ വണ്ടി ഊബർ ബുക്ക് ചെയ്ത് പോകാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. അപ്പോൾ മറ്റേത് അവരുടെ ഒപ്പം എല്ലാവരും കൂടി പോകുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമിൽ അവിടെ എത്തണമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഒറ്റയ്ക്കല്ലേ പോണത്. അപ്പോൾ അതുകൊണ്ട് സാവധാനം പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിപ്പിച്ചിട്ടൊക്കെയാണ് വിടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ പാചകമേ ഇല്ലാത്തൊരു ദിവസം എന്ന് ഞാൻ പ്രഖ്യാപിച്ചതാണ്. കാരണം നമുക്ക് ഇന്ന് കുറേ ഡീപ്പ് ക്ലീനിങ്ങുള്ള ദിവസം ഞാൻ പറഞ്ഞായിരുന്നു വെഞ്ചിരിപ്പുണ്ടെന്ന്. അങ്ങനെ സാരിന കാലത്ത് ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചതേ പോകാൻ ഇറങ്ങി. 3 പേരാ. ബൈ. സാധാരണ സാറിന് രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് കഴിക്കണം. കാരണം 7 മണിക്കൊക്കെ തന്നെ, അതിന് മുൻപൊക്കെ തന്നെ റെഡിയായി ഇറങ്ങണം. അപ്പോൾ അങ്ങനെ കാലത്ത് കഴിക്കാൻ പറ്റും. ഇതിപ്പോൾ ലേറ്റായി പോയതുകൊണ്ടാണ് കഴിച്ചത്. അപ്പോൾ ഇത് കണ്ട ഇവിടുത്തെ ലെഫ്റ്റ് ഓവർ സംഭവങ്ങളാണ് എടുത്ത് വെച്ചേക്കണത്. പല തരത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച്, അപ്പോൾ ഈ കാണിക്കുന്നതില്ലേ തലേ ദിവസം രാത്രി നമ്മളുടെ ഒരു മീറ്റിങ്ങിന് പോയതാണ് കേട്ടോ. കാരണം ഈ വെഞ്ചിരിപ്പിൻ്റെ കാര്യത്തിന് ചൊവ്വാഴ്ച വെഞ്ചിരിപ്പ് കഴിഞ്ഞ് ബുധനാഴ്ച ഞങ്ങൾക്ക് പള്ളിയിൽ കുർബാന കഴിഞ്ഞിട്ടൊരു സ്നേഹവിരുന്നും നമ്മൾ തന്നെ ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ് സ്നേഹവിരുന്ന് കൊടുക്കുക. നമ്മളുടെ ബ്ലോക്ക് മാത്രം കേട്ടോ, 5 യൂണിറ്റ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ചർച്ച വേണമായിരുന്നു തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ ഒരു ഉള്ളിൽ ആണ് കേട്ടോ ഒരു വീട്. അപ്പോൾ കുറേ ഇങ്ങനെയുള്ള വഴികൾ കറങ്ങി തിരിഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ. അത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഞാൻ ഈ കൂട്ടത്തിൽ ഇട്ടെന്ന് മാത്രം. അപ്പോൾ തലേദിവസം രാത്രി മീറ്റിങ്ങും കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ചെത്തിയിട്ടുള്ളത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എന്തോ ഞാനത് മറന്നുപോയി പറയാം. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞതനുസരിച്ചിട്ട് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസം വെഞ്ചിരിപ്പ് കഴിഞ്ഞ് ബുധനാഴ്ച ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിയിലേക്ക് ചെല്ലണം. ഈ 5 യൂണിറ്റുകാർ പറ്റുന്നവരായിട്ട് എല്ലാവരും ഒന്നും വരുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളവിടെ സ്റ്റ്യൂവും വെള്ളയപ്പത്തിന് ഓർഡറാണ് കൊടുത്തിട്ടുണ്ടാകുന്നത്. സ്റ്റ്യൂ മാത്രമാണ് നമ്മൾ അവിടെയിട്ട് വെക്കണത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകാനും പരസ്പരം എപ്പോഴും ഇങ്ങനെ നമ്മളൊരു ബന്ധം വെച്ച് അങ്ങനെ മറന്നു പോകാതെ എല്ലാവരും തമ്മിലുള്ള ഒരു സ്നേഹബന്ധം ഇപ്പം അല്ലെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും മാത്രമല്ലേ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി
ആ ഒരു സ്നേഹബന്ധം വളരും. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തിനാണ് അച്ഛൻ അങ്ങനെ ഫുഡ് ഉണ്ടാക്കണം, നിങ്ങൾ ഓർഡർ ചെയ്യരുത്, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കണമെന്നൊക്കെ. അപ്പോൾ അത് നമ്മൾക്ക് വലിയ ടാസ്ക്കാണ്. കാരണം നമ്മൾ സ്റ്റൗ എല്ലാം വാടകയ്ക്ക് എടുക്കണം. സ്റ്റൗ എന്ന് പറഞ്ഞാൽ വലിയ ബർണറുള്ളത്, അത് വാടകയ്ക്ക് എടുക്കണം. പാത്രങ്ങൾ പള്ളിയിൽ പാത്രങ്ങളുണ്ട് എങ്കിലും നമുക്ക് പറ്റിയ പാത്രങ്ങളില്ലെന്നുണ്ടെങ്കിലും അത് പുറത്തുനിന്ന് എടുക്കണം. പിന്നെ ഗ്യാസ് സിലിണ്ടർ സംഘടിപ്പിക്കണം. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ആളുകളും വന്ന് എത്തണം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ആരും തന്നെ വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ തലേദിവസം മീറ്റിങ്ങൊക്കെ നടത്തി കുറച്ച് പേരൊക്കെ മീറ്റിങ്ങിന് 10-25 പേരൊക്കെ മീറ്റിങ്ങിനുണ്ടായിരുന്നു. അപ്പോൾ അവരെങ്കിലും വരണേ, എന്നാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അങ്ങോട്ട് ഇന്നല്ല ബുധനാഴ്ച അതും കൂടി ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമാണ് മീറ്റിങ്ങിന് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിന്ന് ചെയ്യുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. നമ്മളെപ്പോഴും പെരക്കൊക്കെ അടിക്കുകയും തുടക്കുകയും എല്ലാ ദിവസവും ചെയ്യണമാണ്. പക്ഷേ ഈ വക പരിപാടികൾ എന്ന് പറയുന്നത് ഇത്തിരി ടഫ് പരിപാടിയാണ്. അത് നമ്മളെപ്പോഴും ചെയ്യൂല. അത് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി മാറിയിട്ട് നേരിടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി കിടക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ റിച്ചാർഡ് മുകളിൽ ചെയ്യുന്നുണ്ട്. മുകളിലത്തെ എല്ലാം റിച്ചാർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മാറാലകൾ ഇങ്ങനെ പിടിച്ച് നമുക്കറിയാമല്ലോ, പൂട പോലെ പിടിച്ചിരിക്കും. അപ്പോൾ അത് പോകണമെന്നുണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട് എന്നെയൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബ്രഷൊക്കെ എടുത്ത് ഞാൻ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മളുടെ റൂബിയുടെ കൂടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ പൂട പിടിച്ചിട്ടിരുന്നിട്ടുണ്ടാകുന്നത് താഴെ വശം. അത് അത്രയും പൂടയുണ്ടെന്ന് ഒരിക്കലും നമ്മൾ അറിയില്ല. അത്രയും പൂട അതിൽ പിടിച്ചിട്ട് അത് ക്ലീൻ ചെയ്യാൻ ഒരു 1/2 മണിക്കൂറാണ് ഞാൻ എടുത്തത്. അതെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇത് ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ പപ്പ കുറേ ക്ലീനിങ് ചെയ്തതിന് ശേഷം വേഗം ഇത് നമ്മുടെ സെയിൻറ്റ് ആൻ്റണീസിൻ്റെ ദിവസമല്ലേ, അപ്പോൾ അങ്ങനെ അതിൻ്റെ നൊവേന കൂടാൻ വേണ്ടിയിട്ട് പപ്പ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെയാണ് ഭൂരിഭാഗം കാര്യങ്ങളും ക്ലീൻ ചെയ്തത്. പപ്പ ജനലുകളെല്ലാം തുറന്നിട്ട് അതൊക്കെ ഒന്ന് തുടച്ചൊക്കെ തന്നിട്ടാ. അത് ഫ്രണ്ടിലെ മാത്രം, എൻ്റെ ബെഡ്റൂമിലെയും ബാക്കിലെയൊക്കെ ഞാൻ തന്നെയാണ് തുടച്ചത്. ഞാൻ പറയാറില്ലേ, പപ്പ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പക്ക ഡീസൻ്റായിട്ട് പെർഫെക്റ്റ്, ഇനി അതിനകത്തൊരു അഴുക്കം കാണാത്ത രീതിയിലേ തുടക്കുള്ളൂ. പക്ഷേ അങ്ങനെ തുടക്കുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പ ഒരു 3-4 ജനലും മാത്രമേ പപ്പക്ക് ചെയ്യാൻ സാധിച്ചുള്ളൂ. പക്ഷേ മറ്റുള്ളതെല്ലാം നിമിഷ നേരം കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ അത് ഈ ക്ലീനിങ്ങിൻ്റെ ഞാൻ നേരത്തെയും വാങ്ങിച്ച് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭിന്നശേഷി ഉൽപ്പന്നം ഒന്നിൽ എഴുതിയേക്കുന്ന കാര്യം, ഇതുണ്ടാക്കുന്ന അയാൾ ഒരു ആക്സിഡൻറ്റിൽ എന്തോ ഒരു അപകടത്തിൽ അരക്ക് താഴേക്ക് തളർന്നു പോയ, ഇനിയിപ്പോൾ വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പുള്ളിയുടെ വൈഫും കുഞ്ഞും ഉണ്ട്. കുഞ്ഞൊക്കെ അതിന് ശേഷമാണ് ഈ സംഭവം. അപ്പോൾ ഒരു കുഞ്ഞുണ്ട്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 വയസ്സ് എന്തോ ഉള്ള ഒരു കുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞ്. അപ്പോൾ ആ കുട്ടിയും ജോലിക്ക് പോകുന്നുണ്ട്. ഭർത്താവ് വീട്ടിലിരുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ് അവർ ജീവിക്കുന്നത്. അതുപോലെ തേങ്ങ ഒക്കെ ഇങ്ങനെ ബൾക്കായിട്ട് എടുത്തിട്ട് അത് വിൽക്കും. അപ്പോൾ നമ്മളുടെ സ്റ്റ്യൂവിന് വേണ്ടിയിട്ട് അടുത്ത ദിവസം നമ്മൾ പള്ളിയിൽ ചെയ്യണമല്ലോ സ്റ്റ്യൂ, അതിന് വേണ്ടി 25 തേങ്ങയൊക്കെ ആ മോളുടെ അടുത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ജീവിത മാർഗമാണത്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ കുറച്ചിങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ആ ഹാൻഡ് വാഷൊക്കെ നല്ലതാണ്. പിന്നെ കറ പോകുന്ന ഒരു സംഭവം, ടൈൽസിൽ നിന്നൊക്കെ കറ പോകുന്നത്, പിന്നെ ബാത്റൂം ക്ലീനർ, അങ്ങനെ. അപ്പം നമ്മളുടെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള ആളുകൾ ആ നമ്പർ നോക്കിയിട്ട് വിളിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കുക കേട്ടോ. കാരണം അവർക്കതൊരു വലിയൊരു ഉപകാരമാണ്. പിന്നെ നല്ല സാധനമാണ്. ഞാനിപ്പോൾ ഇനി അത് മാത്രമേ മേടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കുട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് പറഞ്ഞായിരുന്നു, ചേച്ചി ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചേച്ചി പറ്റുമെങ്കിൽ മേടിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറേ അധികം മേടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തീരാതെ എനിക്ക് മേടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചത് തീർത്തത്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിക്കാൻ തുടങ്ങിയത് കാണിച്ചതാണ് കേട്ടോ. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ആ നമ്പറിൽ വിളിച്ചാൽ ദൂരേക്കൊന്നും കൊടുക്കുമെന്ന് തോന്നണില്ല. നമ്മളുടെ വീടിൻ്റെ കൊച്ചി പരിസരങ്ങളിൽ അത് അവർ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ നമ്പർ ഞാനൊന്ന് കാണിച്ചത്. നമ്മൾ ഈ ഊണ് കൊടുത്തില്ലെങ്കിൽ ഊട്ടുപുര കാണിച്ചു കൊടുക്കണമെന്ന് പറയാറില്ലേ, എന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് കാണിച്ചെന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാ. എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ ഞാനും എൻ്റെ റൂബി കൊച്ചും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ റൂബി കൊച്ചിന് 2 ജെറുക്ക് ഞാനെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. അവളെ കാണിച്ചില്ല, പക്ഷേ അതിൻ്റെ ആ സ്മെല്ല് കേട്ടപ്പോൾ തന്നെയും അവൾക്ക് മനസ്സിലായിട്ട് അവൾ ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞ് തുള്ളണേണ്. അത്രയും ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെ അവൾക്ക് ക്ഷമ നശിക്കുന്ന ഒരു ഇതാണ് ആ കാണിക്കുന്നത്. ക്ഷമ പോകുമ്പോഴാണ് അവൾ ചാടിക്കൊണ്ട് നിൽക്കണം, വേഗം താന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ റൂബി കുഞ്ഞും ഞാനും കൂടി കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തേട്ടാ.
പിന്നെ ഇനി ഒരു 3 മണിയോടുകൂടിയാണ് വെഞ്ചിരിപ്പ് തുടങ്ങുന്നത്. അതായത് 2 യൂണിറ്റ് വെച്ചിട്ടാണ് വെഞ്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടേത് 10 യൂണിറ്റാണ്. അപ്പോൾ 9ഉം 10 യൂണിറ്റാണ് ഇന്ന്. അപ്പോൾ 9ആം യൂണിറ്റിലോട്ടും 10ആം യൂണിറ്റിലോട്ടും ഓരോ അച്ഛന്മാർ, അതായത് വികാരി അച്ഛൻ ഒരു യൂണിറ്റിലോട്ട്, അസിസ്റ്റൻ്റ് അച്ഛൻ കൊച്ചച്ഛൻ വേറെ ഒരു യൂണിറ്റിലോട്ട്, അങ്ങനെയാണ് പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വന്നത് കൊച്ചച്ഛനാണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ ഇന്ന് ജോലിക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അച്ഛന്മാർ നേരത്തെ തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും ലീവ് എടുത്ത് നിൽക്കണം, കുട്ടികളെ സ്കൂളിൽ വിടരുത്, നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് ലീവ് എടുക്കുന്നത്, അപ്പോൾ ഈ ഒരു കാര്യത്തിന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ലീവ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ്റിനെ കൊച്ചിന് ഇനി ലീവില്ല, കാരണം കല്യാണത്തിന് വേണ്ടിയിട്ട് 1 മാസത്തോളം ലീവ് എടുത്തതാണ്. ഇനിയിപ്പോൾ ലീവില്ലാത്തതുകൊണ്ട് സാറ്റിനെ പോയിട്ട് ആ ഒരു സമയത്ത് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് പോരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറ്റിനെ എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയായിരുന്നു, അച്ഛൻ വരുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഇതിലും ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേരുത്. എങ്ങനെയായാലും കറക്റ്റ് സമയത്ത് സാറ്റിന് എത്തിയിട്ട് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കൊച്ച് ഓടി പഠിച്ചാൽ വന്നത്. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു, അച്ഛനിങ്ങനെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴാണോ സാറ്റിനെ കയറാൻ പോണത് വീട്ടിലോട്ട് എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് സമയത്ത് അച്ഛൻ വരണതിന് ഒരു 10 മിനിറ്റ് മുൻപ് സാറ്റിനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെ കൊച്ചിനെ നഖമൊക്കെ വെട്ടി ഇറക്കും കടവര്. അത് വെയിൻ കട്ടയാല് കട്ടോടെ ഇറങ്ങിയത്. അയ്യോ എന്താ വേണ്ടേ അത് വേണ്ടേ? എവിടെ പോണെല്ലാരും കൂടി? അതല്ലത് വേറെ അല്ല പുറത്തോട്ട് ഇവിടെ പ്രേമിച്ചോണ്ടിരിക്കണ ചേച്ചിന എന്റെ ഭാര്യനെ അടിച്ചു മാറ്റി. എനിക്കിന് ഭാര്യയെ കിട്ടല്ല, പോണ. അതുകൊണ്ട് ഞാനിപ്പ ചന്ദ്രന്റെ ഭാര്യനെ കൂടെ വെച്ച് സെറ്റായിക്കോ. എവിടെയെങ്കിലും പോവാൻ നിൽക്കണേ ഞാൻ റെഡിയായിട്ട് ഹെൽമെറ്റ് ഇട്ട് റെഡിയായിട്ട് നിൽക്കണേ. പുറത്തോട്ടിറങ്ങിന്നോ? മാറ്റം അത് പുറത്തോട്ടിറങ്ങിന്നോ? സാറ്റിനെ കാണിച്ചു കൊടുക്ക്. അല്ല ഇറങ്ങിക്കോ, ഇവിടെ നിൽക്കണല്ലേ. ഇല്ല ഞാൻ ഇറങ്ങണില്ല, ഞാൻ വീഡിയോ എടുക്കട്ടെ. റൂബി കിടന്ന് കരയാൻ തുടങ്ങും. അടക്ക് പപ്പ ഇറങ്ങും. പപ്പ അതെ അതാണ്. അങ്ങനെ അച്ഛൻ വന്ന് വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പം ഞങ്ങൾ കുറച്ച് ഭാരവാഹികളെല്ലാം അച്ഛൻ്റെ കൂടെ തന്നെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ വീടുകളും കാണിച്ചു കൊടുക്കണം, അച്ഛനോടൊപ്പം പ്രാർത്ഥനയും ഏറ്റി ചൊല്ലണം അതിനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് കേടായിട്ട് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാൻ വേണ്ടിയിട്ട് പപ്പാക്ക് ഈ റെൻറ്റ് ബൈക്കില്ലേ നമ്മളിലൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്, അത് ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പം നമ്മൾക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് ഹെൽമെറ്റും വെച്ച് ഇനി വണ്ടി തിരിച്ചെടുക്കണമല്ലോ, അപ്പോഴും ഹെൽമെറ്റ് വേണം. അതുകൊണ്ട് പപ്പ നമ്മുടെ സ്വന്തം ഹെൽമെറ്റും വെച്ചാണ് പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പനെ പറഞ്ഞു വിട്ടതാണ് അത് വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആ ടാക്സിയിലാണ് പപ്പ പോയത് കേട്ടോ.
പിന്നെ ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് റിച്ചാണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മേടിക്കണമല്ലോ. അപ്പോൾ അവൻ കുറച്ച് കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു മോമോ പാർട്ടി എന്നും പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് മോനെ, ഇവിടെ തിരിപ്പുണ്ട്. ആ ചെറുത് കത്രിക പച്ച. അങ്ങനെ എല്ലാം താഴെ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ട് അവിടെ അത് ഈ ആൽക്കഹോളില്ലാത്ത ബിയറാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ പെപ്സി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പപ്പനെ നോക്കിയപ്പോഴത്തേക്ക് പപ്പ അവിടെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കണേണ്, ഏതോ കോള് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വിട്ടിട്ട് ഞങ്ങൾ ഏതായാലും അതുമ്മേൽ തൂങ്ങിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പം ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങിയേട്ടാ. കാരണം പാപ്പ ഫോൺ ചെയ്യാൻ പോയാൽ പിന്നെ പപ്പനെ നോക്കിയിരുന്നാൽ നമ്മൾ പൊട്ടന്മാരായി പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു പപ്പ വരുമ്പോൾ വരട്ടെ, അപ്പം നമുക്ക് കൊടുക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വെറുതെ ഇതൊക്കെ ചൂട് കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ പപ്പ പിന്നെ വന്ന് ഞങ്ങളോടൊപ്പം കൂടി. അപ്പം മോമോസ് കൊടുത്തിട്ടൊന്നും പപ്പക്ക് വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം കുറേ സാധനങ്ങളൊക്കെ വീട്ടിൽ സ്നാക്സൊക്കെ ഉള്ളതൊക്കെ പപ്പ തന്നെ എടുത്തിങ്ങനെ കഴിച്ചുകൊണ്ട് കിടക്കും. നമ്മളെടുത്ത് മേശപ്പുറത്ത് വെച്ചാൽ മതി, അത് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും. മേശപ്പുറത്ത് കണ്ടില്ലെങ്കിൽ നോക്കിയൊന്നും എടുക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പക്ക് ഇത് മാത്രം മതി, കോക്ക് മാത്രം മതി, ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ കൊടുത്തിട്ട് ഒരെണ്ണം മാത്രം എടുത്തിട്ട് ബാക്കി പപ്പ ഞങ്ങളുടെ കയ്യിലോട്ട് തന്നിട്ട്, അത് വെജിറ്റബിളിൻ്റെ മോമോസാണ്. ഒരെണ്ണം മാത്രം എടുത്ത് ഇങ്ങോട്ട് തന്നു. അങ്ങനെ കുറച്ച് നേരം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിച്ചു. അങ്ങനെ റൂബി കൊച്ചും അതിൻ്റെ നടുക്കിരിക്കും കേട്ടോ. പക്ഷെ അവളൊന്നും കഴിക്കില്ല, അവൾക്കൊന്നും വേണ്ട. എങ്കിലും അവൾക്ക് വലിയ സന്തോഷമാണ് എല്ലാവരും ഇങ്ങനെ താഴെ ഇരിക്കുമ്പോൾ അവളുടെ ഒപ്പത്തിലായില്ലേ, അങ്ങനെ ഒരു സന്തോഷമാണ്. അതാണ് പ്രാർത്ഥനയുടെ സമയത്താണെന്നുണ്ടെങ്കിലും അവൾക്ക് ആ ഒരു സന്തോഷം, എല്ലാവരും താഴെ ഇരിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം കേട്ടോ. അവളുടെ ഒപ്പത്തിൽ എല്ലാവരും ഒരേ ലെവലിലായല്ല എന്നുള്ളത്. അപ്പോൾ പപ്പക്ക് ഈ പെപ്സി കൊക്കക്കോളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കുറച്ചും കൂടി സാറ്റിനൊഴിച്ച് കൊടുത്തതാണ് ആ കണ്ടത്. പിന്നെ രാത്രി സാറ്റിനൊക്കെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല കേട്ടോ. രാത്രി ആകുമ്പോഴത്തേക്കും വിശക്കും. സാറ്റിന് ഭയങ്കര കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടാ. അപ്പോൾ പപ്പക്ക് പിന്നെ കൊടുക്കണമല്ലോ, പപ്പ കൂടുതലായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റാണെന്ന് ഒന്നുണ്ട് വരാൻ, ഇരുണ്ട് കൂടി നിൽക്കണേ. അപ്പോൾ ചൊവ്വാഴ്ചത്തെ വീഡിയോ അത്രയും ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ബുധനാഴ്ചത്തെ വീഡിയോയും കൂടി ചേർത്തിട്ടുണ്ട്. ബുധനാഴ്ച കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട കാര്യം ഇതാണ്. അപ്പോൾ രാവിലെ നല്ല കാറ്റാണ്, മഴയും പെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരുണ്ട് നിൽക്കണേണ്. സാറ്റിനൊക്കെയാണെങ്കിൽ ജോലിക്കും പോകണമല്ല. അപ്പോൾ സാറ്റിനെ എന്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആണോ സാറ്റിന? പിന്നില്ലേ, ഞാൻ മുട്ട പുഴുകി വെച്ചിട്ട് തിന്നാൻ നേരമില്ലേ? ആണോ? ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ. ഞാൻ വിചാരിച്ചു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇടുമായിരിക്കുമെന്ന്. ഇതെന്താ ഇത്? ദൈവമേ, പീക്കാച്ചു കിട്ടാൻ പോണത്. എവിടെ തിരിഞ്ഞ്? എടാ ബാഗ് പിടിയടാ, വാച്ച് കണ്ടട്ടെ. എവിടെ തിരിഞ്ഞ്? ആ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. അയ്യോ, ഞാനപ്പോ വിചാരിച്ചു അത് ഒരെണ്ണം തിന്നിട്ട് അങ്ങനെ പോയ. അതെന്താന്നാ, ഞാൻ വന്നപ്പോ ഞാൻ അവളുടെ സംസാരിച്ചോണ്ടിരിക്കണായിരുന്നില്ലേ, അപ്പൊ അതാണ്. മേത്ത് മുട്ടിക്കല്ലേ, രോമം കൂടെ ആകും, പെട്ടെന്ന് കാണുകയും ചെയ്യും. ബ്ലാക്ക് പെട്ടെന്ന് കാണും, ആകണല്ല. ബൈ ബൈ. ഇല്ലില്ല, അടച്ചോ, ഞാൻ പുറത്ത് വേണ്ട.
അപ്പോൾ ഇന്ന് സാറ്റർഡേ റിച്ചാർഡ് അവരുടെ ആ ക്യാബ് വന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആക്കും. അപ്പോൾ അങ്ങനെ നേരത്തെ തന്നെ ഇറങ്ങിക്കുന്നതുകൊണ്ട് സാറ്റൻക്ക് രാവിലെ കഴിക്കാൻ പറ്റില്ല. എങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതെടുത്ത് 2 മുട്ട എടുത്ത് വെച്ചത്. കാരണം ബിരിയാണിയുടെ ഒപ്പം മുട്ട കൊടുക്കുമ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട കഴിക്കുമെന്ന്, പക്ഷേ രാവിലെ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചില്ല കേട്ടോ. പിന്നെ അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇന്ന് ഷാജി രാവിലെ വിളിച്ചിട്ട് മീനുണ്ട് കൊണ്ടുവരട്ടെ, ഇപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് സുഖമാണ്. അപ്പോൾ അതൊരു മാച്ചാനാണ്. മാച്ചാനും ആഗോലി എന്താണ് ചുവന്ന ആഗോലി മാച്ചാൻ പോലത്തെ ഒരു മീൻ. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റുള്ള മീൻ കേട്ടോ. അപ്പോൾ അതിന് പീസസ് ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതൊന്നുകൂടിയൊക്കെ പീസസ് ആക്കിയിട്ടേ നമുക്ക് കറി വെക്കാൻ പറ്റുള്ളൂ. കാരണം വലിയ വലിയ പീസാണ് അത്, അത്രയും വേണ്ട നമുക്ക്. അത്രയും വലിയ പീസ് ഇങ്ങനെ കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരിയൊക്കെ ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഈ കാറ്റും മഴയും കൊണ്ട് വേപ്പിൻ്റെ ഒരു ഇതിങ്ങനെ ചെറിയ രീതിയിൽ വളഞ്ഞ് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പപ്പ അങ്ങോട്ട് വെട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ളത് മാത്രം ഞാനെടുത്ത് ബാക്കിയുള്ളത് അവിടെ പുറത്തെടുത്ത് വെച്ച് വഴി കൂടി പോണ നമ്മുടെ ആരെങ്കിലുമൊക്കെ വേപ്പിൽ ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പുറത്തെ വീട്ടിലെ വേപ്പാണ് കേട്ടോ, നമ്മുടെ വേപ്പല്ല. അങ്ങനെ മീനൊന്ന് ഇതേ മുറിച്ചൊക്കെ എടുത്ത് പിന്നെ ഇത്തിരി പുട്ടെല്ലാം ഉണ്ടാക്കി, പുട്ടും പഴമൊക്കെ റിച്ചാറിന് വാരിയൊക്കെ കൊടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നല്ല തിരക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മളുടെ സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട്, അതായത് എല്ലാവരും കൂടി എല്ലാവരും കൂടി ഡിവൈഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഒരു 25 തേങ്ങയാണെന്നുണ്ടെങ്കിൽ അത് 2 തേങ്ങ വെച്ചിട്ട് ഓരോ പറ്റുന്ന ആളുകൾ തേങ്ങ ചിരണ്ടി അടിച്ച് മിക്സിയിലടിച്ചിട്ട് അത് കൊണ്ടേ കൊടുക്കുക. പിഴിയാൻ പാടില്ല. അവിടെ ചെന്നിട്ടാണ് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തിട്ട് പിഴിയണം. അപ്പോൾ ആ ഒരു ജോലി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ തേങ്ങയുള്ളതുകൊണ്ട് 2 തേങ്ങ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലൊന്നും തേങ്ങയില്ല. അപ്പോൾ 25 തേങ്ങ മേടിച്ചിട്ട് എല്ലാ വീട്ടിലും 2 തേങ്ങ പറ്റുന്ന ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കും. ഒരു യൂണിറ്റിലേക്ക് 5 തേങ്ങ എന്നുള്ള രീതിക്ക് ചിരണ്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് 2 തേങ്ങ നമ്മുടെ കൂടെ എടുക്കുമ്പോൾ 27 തേങ്ങയല്ല. അപ്പോൾ അങ്ങനെ ഞാൻ 2 തേങ്ങ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചിരണ്ടി പിഴിഞ്ഞ് കൊടുക്കാമെന്ന്, ഇങ്ങനെ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ മീൻ അപ്രതീക്ഷിതമായിട്ടാണ് കിട്ടിയത്. അപ്പോൾ കറിയൊന്നും വെക്കാതെ ഉള്ള കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുട്ട വല്ലതും പൊരിച്ചൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ മീൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും മീൻകറിയൊക്കെ വെച്ചിട്ട് പോകാം. അപ്പോൾ 12 മണിക്ക് ശേഷം പള്ളിയിലേക്ക് ഹാളിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പാചകം ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്, അവിടേക്ക് ചെല്ലാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്രയും മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതായത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എന്നെ പപ്പ കൊണ്ടുപോയിട്ട് പള്ളി കൊണ്ട് ആക്കുകയും ചെയ്തു. കാരണം നേരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടന്നു പോയാൽ എത്തൂലെന്ന് എനിക്കറിയാം. അപ്പോൾ പപ്പ തന്നെ കൊണ്ടുപോയിട്ട് വേഗം കൊണ്ടുവന്ന് ആക്കി. അപ്പോൾ ഇത് പിന്നെ ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ എല്ലാവരും കൂടി വളരെ ആഘോഷമായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള പീൽ ചെയ്തെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും പീലർ കത്തി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ മാജിക് പീലർ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം മറ്റുള്ള പീലർ വെച്ച് ഒരെണ്ണം പീൽ ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു 5-6 പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആ മാജിക് പീലറൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മളവിടെ ആഘോഷമായിട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ മുട്ട ഞാൻ വറുക്കണത് റിച്ചാർഡിനാണ് കേട്ടോ. റിച്ചാർഡിന് ചിക്കൻ ഫ്രൈയും മുട്ട ചിക്കി വറുത്തും കൂടി കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ അവിടെ എടുത്ത് വെച്ച് എന്നിട്ട് അവരുടെ അടുത്ത് ചോറൊക്കെ എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓടിപ്പോയത്. ചോറെടുത്ത് വെക്കാനുള്ള നേരമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ആഘോഷമായിട്ട് സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടാണ് പള്ളിയിൽ 6 മണിക്കത്തെ നമ്മളുടെ മാസ് അറ്റൻഡ് ചെയ്യണം, കാഴ്ചവെപ്പ്, അതെല്ലാം കഴിഞ്ഞാണ് അവിടുത്തെ സ്നേഹവിരുന്ന്. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാധനം രാത്രിയാണ് എല്ലാവരും കഴിച്ചത് സന്ധ്യക്ക്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇത്തിരി വീട്ടിൽ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ ഈ സ്റ്റ്യൂവ്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. അതിൻ്റെ പേരിൽ നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് തിങ്കളാഴ്ച കാണാം. താങ്ക്